വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വ്യാകുലത്തെ ധ്യാനിക്കാം. ഇന്ന് തിരുസഭ അമ്മ അനുഭവിച്ച ദുഃഖങ്ങളെ, നൊമ്പരങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് അമ്മയാണ്. ഒരു കുഞ്ഞിൻ്റെ ജനന നിമിഷം മുതൽ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും അമ്മ അനുഭവിക്കുന്ന വേദനയും നൊമ്പരവും വളരെ വലുതാണ്. എന്നാൽ പരിശുദ്ധ കന്യക മാതാവിൻ്റെ വ്യാകുല തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ അമ്മ സഹിച്ചതും വേദനിച്ചതുമൊക്കെ അവൾക്ക് വേണ്ടി ആയിരുന്നില്ല, അവളുടെ സമാധാനത്തിന് വേണ്ടി ആയിരുന്നില്ല. അവൾ ക്രിസ്തുവിൻ്റെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്തപ്പോൾ ക്രിസ്തു അനുഭവിക്കുന്ന സഹനം കണ്ട് ഹൃദയം പൊട്ടിയ, ജീവിതത്തിൻ്റെ വലിയ നൊമ്പരങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയോളം ക്രിസ്തുവിൻ്റെ സഹനയാത്രയിൽ കൂടെ നടന്ന ഒരമ്മ. ഈ അമ്മയുടെ ഹൃദയം ഭേദകമായ അനുഭവം കാൽവരിമലയുടെ പെരുമാറിൽ നമ്മൾ കാണുന്നു. ഒരു മകൻ ഇതാ എല്ലാവിധമായ നിന്ദ്യവും അപരാധങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ പിടയുന്നു. എല്ലാവരും വെറുക്കപ്പെട്ട് തിരസ്കൃതനായി ഭൂമിയിൽ ഏറ്റവും നിന്ദ്യമായ മരണം സ്വീകരിച്ച് കഴിയുന്ന മകൻ്റെ കുരിശിനരികിൽ നിൽക്കാൻ ഒരമ്മയുണ്ടായിരുന്നു. എത്രയോ ആശ്വാസദായകമാണ് ജീവിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ കൂടി നിൽക്കാൻ ഒരമ്മയുള്ളത്. നമുക്ക് വലിയ ബലമാണ്. എങ്കിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് കുരിശിനരികിൽ നിൽക്കുന്ന ഈ അമ്മ എന്തേ ബോധരഹിതയായി വീണു പോയില്ല. അത്ര ദുരിത കാഴ്ചകളാണല്ലോ അവൾ കണ്ടത്. കാരണമുണ്ട്, ഈ അമ്മ തൻ്റെ പ്രിയപുത്രനെ ഒരുക്കിയത്, ബലപ്പെടുത്തിയത് ഈ ഒരു കൃപയുടെ, രക്ഷയുടെ അനുഭവത്തിന് വേണ്ടിയായിരുന്നു. തൻ്റെ പ്രിയ മകൻ മരിച്ചാൽ ഭൂമിയിൽ എല്ലാ അമ്മമാരുടെയും പൊന്നോമന പുത്രന്മാരും പുത്രികളും രക്ഷ പ്രാപിക്കുമെന്ന് ബോധ്യമായപ്പോൾ ഈ അമ്മ സ്വപുത്രനെ പ്രാർത്ഥനാപൂർവം കാൽവരിയിലേക്ക് നയിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ അമ്മ മകനെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ആദ്യത്തെ ഇടം അമ്മയുടെ മടിത്തട്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ ഇടവും അമ്മയുടെ അരികിൽ തന്നെയാണ്. ഒരു മകനെ 33 വർഷക്കാലം സ്നേഹപൂർവ്വം സംരക്ഷിച്ച അമ്മ രക്ഷയുടെ മഹത്വത്തിലേക്ക് വളർത്തുകയും, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സ്വയം സമർപ്പിതയായ അവൾ പ്രിയ മകനെയും പിതാവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ബലം നൽകി. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കൈവന്ന രക്ഷയുടെ മഹത്വം വളരെ വലുതാണ്. അമ്മ അനുഭവിച്ച ആകുലതകളെക്കുറിച്ച്, യാതനകളെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ, ഇന്ന് ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പ്രിയ അമ്മയെ ഓർക്കാം. അമ്മയിലൂടെ നാം അനുഭവിക്കുന്ന സാന്ത്വനത്തിന് ദൈവത്തിന് നന്ദി പറയാം. അമ്മ നഷ്ടപ്പെട്ടു പോയ ഭവനം വിളക്കണഞ്ഞു പോയ ഭവനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാം. അങ്ങനെ അമ്മയുടെ സ്നേഹത്തിൽ അർത്ഥവും അഭിമാനവും കൊണ്ട് നമുക്ക് രക്ഷകൻ്റെ തിരുഹിതത്തിലേക്ക് വളരാം. അങ്ങനെ ഈ അമ്മയിലൂടെ ഭൂമിക്ക് കൈവന്ന ആ സ്വർഗീയ ഭാഗ്യം നമുക്കും ലഭ്യമാകുവാൻ ഇടവരട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുലമാ